ശരീരത്തിൽ വർദ്ധിച്ച് അനുഭവിക്കുന്നതിന് പ്രാണന്റെ പങ്ക് എന്തെന്ന് വിവരിക്കാമോ? ശരീരത്തിൽ വർദ്ധിച്ച് അനുഭവിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഞാൻ ശരീരത്തിൽ വർദ്ധിച്ച് അനുഭവിക്കുന്നത് എന്നുള്ള അർത്ഥത്തിലാണ്. അതെ. പ്രാണനെ വൈറ്റൽ ഫോഴ്സ് എന്നാണ് പറയുന്നത്. അതായത് ജീവശക്തി, ചലിപ്പിക്കാനുള്ള ശക്തി, പ്രപഞ്ചത്തെ ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ശക്തി പ്രപഞ്ചത്തിലുള്ളതുപോലെ പ്രപഞ്ചത്തിനൊരു മഹാപ്രാണനുണ്ടെന്ന് നമുക്ക് സങ്കല്പിക്കാം. ശരീരത്തിനകത്തെ വൈറ്റൽ ഫോഴ്സ് എന്ന് പറയുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് പ്രപഞ്ചത്തെ ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പ്രപഞ്ചത്തിൻ്റെ മുന്നോട്ടുള്ള പുരോഗമനത്തിന് ഒരു ഊർജം ആവശ്യമുണ്ടെങ്കിൽ അതൊരു പ്രപഞ്ചത്തിൻ്റേതായ ഒരു മഹാപ്രാണൻ എന്ന് നമുക്ക് സങ്കല്പിക്കുകയാണെങ്കിൽ ആ മഹാപ്രാണൻ ഓരോ ജീവജാലങ്ങളിലും പരിമിതമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സംവിധാനത്തെയാണ് നമ്മൾ പ്രാണൻ എന്ന് വിളിക്കേണ്ടത്. അപ്പോൾ ആ മഹാപ്രാണനുമായിട്ട് നമ്മുടെ ബന്ധം നിലനിൽക്കുന്നിടത്തോളം നമ്മുടെ ശരീരത്തിൽ നമ്മൾ വർത്തിക്കുന്നു. താങ്കൾ ചോദിച്ചതുപോലെ ശരീരത്തിൽ വർത്തിക്കുന്നതിന് പ്രാണൻ്റെ ആവശ്യത്തെക്കുറിച്ച് അവസാനം ചോദിച്ചിരുന്നു. ആദ്യം അത് പ്രധാനമായിട്ടും അത് ആവശ്യമാണെന്ന് തന്നെ പറഞ്ഞുകൊണ്ട് വേണം നമുക്ക് തുടങ്ങാനിപ്പോൾ. എന്തായാലും അത് ആവശ്യമില്ലാത്ത കാര്യങ്ങളുമുണ്ട്, അത് പിറകെ വരാം. അപ്പോൾ അത്തരത്തിൽ ശരീരത്തിലെ പ്രാണൻ്റെ ലക്ഷണം ശ്വാസമായിട്ടാണ് പറയുന്നത്. ഉപനിഷത്തുകളൊക്കെ പറയുന്നത് ശരീരത്തിലെ പ്രാണൻ്റെ ലക്ഷണം, അതിൻ്റെ ഏറ്റവും പുറത്തുള്ള ഒരു ബാഹ്യരൂപം എന്നുള്ള നിലയിലാണ് നമ്മൾ ശ്വാസത്തെ കാണുന്നത്. അതുകൊണ്ട് പ്രാണായാമം എന്ന് പറയുന്നത് ശ്വാസത്തെ നിയന്ത്രിക്കുന്നത് അല്ല. ശ്വാസത്തെ നിയന്ത്രിക്കുന്ന വഴി പ്രാണനെ സഞ്ചാലനം ചെയ്യുന്നു എന്നുള്ള അർത്ഥത്തിലാണ് അത് കാണേണ്ടത്. പ്രയത്നത്തിൽ കൂടെ അല്ലാതെ കുംഭകം സിദ്ധിച്ച യോഗികൾ അവർ പ്രാണായാമത്തിലൂടെ അല്ല ഇത് സാധ്യമാകുന്നത്. അതുകൊണ്ടാണ് അതിനെ സംഹിത കുംഭകം എന്ന് വിളിക്കുന്നത്. ക്ഷമിക്കണം, കേവല കുംഭകം എന്ന് വിളിക്കുന്നത്. കേവല കുംഭകം. സംഹിത കുംഭകമാണ് നമ്മൾ ഒന്നുകൂടെ അത് പറയാം. പ്രാണസാധകർ സംഹിത കുംഭകത്തിൽ കൂടി യോഗാവസ്ഥയെ പ്രാപിക്കാൻ ശ്രമിക്കുമ്പോൾ യോഗസിദ്ധന്മാരായിട്ടുള്ളവർ എന്ന് പറഞ്ഞാൽ യോഗത്തിൻ്റെ പരമമായ പദങ്ങളിലെത്തിയവർ എന്നർത്ഥമാണ്. അവർ യോഗികളാണ് എന്ന് പറയാനൊക്കില്ല, അതിനിയും സമയമുണ്ട്. അവർ പരിപൂർണമായ സമഷ്ടിയുമായിട്ട് പ്രപഞ്ചവുമായിട്ട് താതാത്മ്യം പ്രാപിച്ചാൽ മാത്രമേ അവരെ യോഗികളെന്ന് വിളിക്കാനൊക്കുള്ളൂ. സ്വശരീരത്തിൽ അവബോധം വെച്ചുകൊണ്ടിരിക്കുന്നിടത്തോളം അവരെ യോഗികളെന്ന് വിളിക്കാൻ പറ്റില്ല. എന്ന് പറഞ്ഞാൽ യോഗികൾക്ക് സ്വശരീരത്തിലെ അവബോധം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നല്ല, അവർക്ക് ആവശ്യത്തിനനുസരിച്ച് ശരീരത്തിനകത്ത് അവബോധത്തിൽ ഇരിക്കാനും അല്ലാത്തപ്പോൾ സമഷ്ടിയായിരിക്കാനും അവർക്ക് സാധിക്കും. അത് മനസ്സിലായി പോകും. അത്തരത്തിൽ സംഹിതമായിട്ടുണ്ടാക്കിയെടുക്കുന്ന ഒരു പ്രാണൻ്റെ നിയന്ത്രിതമായ അവസ്ഥ ആണ് യോഗ സാധകന്മാർ ചെയ്യുന്നതെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സിദ്ധന്മാർ, യോഗസിദ്ധന്മാർ, സിദ്ധിയുള്ളവർ എന്നുള്ള അർത്ഥത്തിലല്ല, സാധന ചെയ്ത് പ്രാക്ടീസ് ചെയ്ത്, സാധനയെ പ്രാക്ടീസ് എന്ന് വിളിക്കുകയാണെങ്കിൽ സിദ്ധിയെ പെർഫെക്ഷൻ എന്ന് വിളിക്കാം. പ്രാക്ടീസ് ചെയ്ത് പെർഫെക്റ്റ് ചെയ്ത ആൾക്കാർ. സിദ്ധി എന്ന് പറയുമ്പോൾ പെട്ടെന്ന് മനുഷ്യനുള്ള അഷ്ടസിദ്ധികളെക്കുറിച്ചൊക്കെ ഓർമ്മ വരുന്നതുകൊണ്ട് എപ്പോഴും അത് കൺഫ്യൂസ്ഡ് ആയി പോകും. അതുകൊണ്ട് പറയുകയാണ്, പ്രാക്ടീസ് ചെയ്ത് പെർഫെക്ഷനിലെത്തിയവർ അവർ പ്രാണായാമത്തിൻ്റെയൊന്നും ആവശ്യമില്ലാതെ തന്നെ കേവലമായ കുംഭകത്തിൽ സ്ഥിതി ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അവർ പ്രാണൻ്റെ നിരോധത്തിലായിരിക്കാം, പ്രാണൻ്റെ സഞ്ചാലനത്തിലായിരിക്കാം, പ്രാണൻ അവരുടെ നിയന്ത്രണത്തിലായി. അപ്പം ഈ പ്രാണനെ ശരീരത്തിനകത്ത് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് കൊണ്ട് മാത്രമാണ് എല്ലാ ഇന്ദ്രിയങ്ങളും എല്ലാം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഏറ്റവും പ്രാണൻ്റെ നിയന്ത്രണത്തിൽ ശ്രദ്ധ വയ്ക്കാനുള്ളൊരു കാരണമായിട്ട് ഉപനിഷത്തുകൾ പറയുന്നത്
വാസനയ്ക്ക് പിന്നെ ചിന്തകൾക്ക് കാരണം, മനസ്സിൻ്റെ വ്യതിയാനത്തിന് കാരണം, വിക്ഷേപത്തിന് കാരണം, മനസ്സൊരു സ്ഥലത്ത് സൂക്ഷിക്കാൻ പറ്റാത്ത രീതിയിൽ അതിനെ വ്യതിചലിപ്പിച്ചു കൊണ്ട് പോകുന്നത് വാസനയും ശ്വാസവുമാണെന്നാണ്, പ്രാണനുമാണെന്നാണ്. അതുകൊണ്ടാണ് ആ പ്രാണ സാധന ആരംഭിക്കുന്നതിന്. വാസനയെ നിയന്ത്രിക്കാൻ സാധ്യമല്ല എന്ന് കണ്ടതുകൊണ്ട് പ്രാണനെ നിയന്ത്രിക്കാനാണ് ശ്രമിക്കുന്നത്. എന്നാൽ ബുദ്ധ തത്വങ്ങളിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, വാസനയുടെ അവഗാഹമായ നിരീക്ഷണം കൊണ്ട് വാസനയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് വാസനയെ പതുക്കെ പതുക്കെ നിയന്ത്രിക്കുക എന്നുള്ളതാണ് അവിടുത്തെ രീതി. പ്രാണസാധനയ്ക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല. പ്രാണസാധന മാത്രം കൊടുത്തുകൊണ്ട് കാര്യമില്ല എന്നുള്ളത് അതൊരു വയലൻ്റ് മെത്തേഡാണെന്ന്, അഹിംസാത്മകമായിരിക്കുന്ന വഴികളാണ് ഗൗതമബുദ്ധൻ മുന്നോട്ട് വെച്ചത്. പ്രാണസാധന അഹിംസാത്മകമല്ല എന്ന് അവർ പറഞ്ഞിട്ടില്ല. പക്ഷെ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ശ്വാസത്തിൻ്റെ നിയന്ത്രിതമായിരിക്കുന്ന അവസ്ഥ ശരീരത്തിനകത്തെ രസതന്ത്രത്തിന് വ്യത്യാസം വരുത്തുന്നുണ്ട്. അപ്പോൾ ആ രസതന്ത്രത്തിന് വ്യത്യാസം വരുത്തുന്നത് കൊണ്ട് അതുകൊണ്ടുണ്ടാകുന്ന ഫലങ്ങളിൽക്കകത്ത് ചെറിയൊരളവിൽ ഹിംസ, ഒരു വയലൻസ് കിടക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും മനുഷ്യൻ പെട്ടെന്ന് ഒരു വഴിയിലെത്താൻ വേണ്ടിയുള്ള കുറുക്കുവഴി ഉപയോഗിക്കുന്നു. ഇത് മനുഷ്യൻ്റെ സഹജമായ സ്വഭാവമാണ്. നമുക്കതിനകത്ത് കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. യൂണിവേഴ്സലായിട്ടുള്ള മനുഷ്യൻ്റെ അപ്ലൈഡ് തോട്ടുകളാണതൊക്കെ. അപ്പോൾ ആ പ്രാണൻ്റെ നിയന്ത്രണം സാധ്യമാക്കുന്നവർ അവരുടെ പല രീതിയിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടായിരിക്കും ഒരു പക്ഷേ അവിടെ എത്തുന്നത്. നമുക്കത് ഇവിടെ വിഷയമല്ല. പക്ഷേ പ്രാണൻ്റെ ബഹിസ്ഫുരണം എന്നുള്ള അർത്ഥത്തിൽ ശ്വാസം തീർച്ചയായിട്ടും ചിന്തകളെ സ്വാധീനിക്കുന്നു എന്ന് തന്നെയാണ് ഉപനിഷത്തുകൾ മുന്നോട്ട് വയ്ക്കുന്ന വിവരം. അപ്പോൾ ഏകാഗ്രതയുടെ, മനസ്സിൻ്റെ ഏകാഗ്രതയെ വ്യതിചലിപ്പിക്കുന്നത് ശ്വാസത്തിൻ്റെ ചലനം കൊണ്ടാണ് എന്നാണ് അവിടെ സൂചിതമാകുന്നത്. ഇടാപിംഗള, യോഗശാസ്ത്രത്തിൽ പറയുന്ന ഇടാപിംഗള നാഡികളിൽ കൂടി പ്രാണൻ സഞ്ചരിക്കുമ്പോൾ, പകല് ഇടാനാടിയിൽ കൂടിയും രാത്രി പിങ്കളാനാടിയിൽ കൂടി സഞ്ചരിക്കുന്നു എന്ന് നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ ഒരു സെക്ഷനിനകത്ത് എപ്പോഴോ സംസാരിച്ചു കഴിഞ്ഞു. അതിൻ്റെ മറ്റേ അർത്ഥങ്ങളെക്കുറിച്ചും നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു. അതൊക്കെ യോഗശാസ്ത്രത്തിലുള്ളതാണ്. യോഗശാസ്ത്രം പഠിക്കുന്നവർക്കെല്ലാം ബാലപാഠമായിട്ട് മനസ്സിലാക്കുന്ന കാര്യവുമാണ്, പുതുമയൊന്നുമില്ല. ആ ഇടാപിങ്കള നാഡികളിൽ കൂടി പ്രാണൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മനസ്സ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയും, മനസ്സ് വളരെ സജീവമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയും ശരീരത്തിനകത്തെ ശരീര സംബന്ധിയായിരിക്കുന്ന ബുദ്ധി, അഹങ്കാര ചിത്താദികളിൽ ചേർന്നിരുന്നു കൊണ്ട് അവയുമായി രമിച്ചുകൊണ്ടും മനസ്സ് പ്രവർത്തിക്കുകയും ചെയ്യുന്നു. എപ്പോഴാണോ ഇടപിങ്കളാദികളെ വിട്ടിട്ട് പ്രാണൻ സുഷുപ്നയെ പ്രാപിക്കുന്നത്, ആ സുഷുപ്നയെ പ്രാപിക്കുന്നിടത്താണ് മനസ്സ് യോഗശാസ്ത്രത്തിൻ്റെ പാർലൻസിനെടുത്ത് കഴിഞ്ഞാൽ, യോഗശാസ്ത്ര പദ സൂചികകളിലെടുത്തു കഴിഞ്ഞാൽ മഹത്തത്വം എന്ന് വിളിക്കുന്ന നമ്മുടെ മനസാക്ഷി, നമ്മുടെ അകത്തിരിക്കുന്ന ഞാൻ, ആ ഞാനുമായിട്ട് രമ്യതയിലെത്തുന്നത് എന്നും അതുവഴി മനസ്സിൻ്റെ പ്രഭ മങ്ങി പൂർണ്ണമായി ഞാൻ പ്രകാശിക്കുകയും ചെയ്യുന്നു. ഈ ഞാൻ എന്ന് ഞാനിവിടെ പറയുമ്പോൾ ഒരുപാട് കൺഫ്യൂഷൻ ആൾക്കാർക്കുണ്ടാകാൻ സാധ്യതയുണ്ട്. യോഗശാസ്ത്ര വിദ്യാർത്ഥികളായിട്ടുള്ളവർക്ക് ഞാൻ അഹങ്കാരമായിട്ടാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. തീർച്ചയായിട്ടും ഞാൻ അഹങ്കാരം തന്നെയാണ്. ശരീരത്തിനകത്ത് ഇരിക്കുമ്പോൾ ശരീരത്തിനകത്തിരിക്കുന്ന ഞാൻ എന്തൊക്കെ ചെയ്യണമെന്ന് തീരുമാനിക്കുന്നതാണ് അവിടെ അഹങ്കാരം. ഇപ്പോൾ നമ്മൾ ഇവിടെ ദൂരെ എവിടെയുള്ളൊരു ക്ഷേത്രത്തിൽ നിന്ന് മണിയടി കേൾക്കുന്നുണ്ട്. ഈ മണിയടി കേൾക്കുന്നത് പതിവായി കേൾക്കുന്നതുകൊണ്ട് എൻ്റെ ചിത്തത്തിൽ അതിനെക്കുറിച്ചുള്ള വികല്പങ്ങൾ സൂക്ഷിച്ചു വച്ചിട്ടുണ്ട്. മണി എന്ന് പറയുന്നത് ക്ഷേത്രത്തിലെ ദീപാരാധന നടക്കുമ്പോൾ അടിക്കുന്നതാണ്, വെക്കുന്നതാണ് എന്നുള്ളത് മനസ്സിലായി. അപ്പോൾ ഇത് ശബ്ദം എൻ്റെ ചെവിയിൽ കേൾക്കുമ്പോൾ ആ ചെവിയിൽ നിന്ന് ആ ശബ്ദവീചികൾ, ആ ഫയലുകൾ, ഓഡിയോ ഫയൽസാണത്, ആ ഓഡിയോ ഫയൽസ് എൻ്റെ മനസ്സിലെത്തുന്നു. മനസ്സ് ബുദ്ധിക്ക് സമർപ്പിക്കുന്നു ആ ഫയൽ.
ആ ഫയലിനെ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ബുദ്ധിയുടെ ജോലി. ബുദ്ധി പുതുതായിട്ട് വന്നൊരു ഫയലല്ലെന്നും ഇത് നമ്മൾ സ്റ്റോർ ചെയ്തിട്ടുണ്ട് ചിത്രത്തിലുണ്ടെന്നുള്ളതും മനസ്സിലാക്കിയിട്ട് ചിത്രത്തിലെ സ്റ്റോറുകളിൽ നിന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് ഇത് ചിത്രത്തിലെ ഐഡൻറ്റിഫിക്കേഷൻ അനുസരിച്ച് ഇതൊരു മണിയൊച്ചയാണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യും. ഫർദറായിട്ട് ഇതൊരു അമ്പലത്തിലെ ദീപാരാധനയുമായി ബന്ധപ്പെട്ടതാണെന്നും ചിത്രത്തിനെ അറിയിക്കുന്നു. മണിയടി നിന്ന് കഴിഞ്ഞു. അപ്പോൾ ചിത്തമത് ബുദ്ധി ചിത്രത്തിൻ്റെ റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ അഹങ്കാരത്തിൻ്റെ മുമ്പ് പ്ലേസ് ചെയ്യുകയാണ്. അഹങ്കാരം ഞാനിതിന് എന്ത് ചെയ്യണം. ചില ഭക്തന്മാർ ഈ മണി കേട്ട് കഴിഞ്ഞാൽ അപ്പോൾ എണീറ്റ് തൊഴും. ചിലർ ചുമ്മായിരിക്കും, ചിലർ മനസ്സിലാക്കുന്ന ആ ദീപാരായം, ചിലർ വാച്ച് നോക്കുമോ സമയമായോ എന്നുള്ളൂ. ഇങ്ങനെ പല കാര്യങ്ങളും ആ സമയത്ത് ചെയ്യുന്നുണ്ടാകും. ഇതൊക്കെ അഹങ്കാരം പ്രേരിപ്പിക്കുന്നതാണ്. ഞാനെന്ത് ചെയ്യണം, ഈ ശരീരത്തിനെ ഞാൻ എന്ത് ചെയ്യണം. കേട്ടു, മനസ്സിലാക്കി, തീർന്നു, ഓർമ്മ വെച്ചു, കേട്ടിരുന്നു. ചിലപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക പോലുമില്ല, വേറൊരു കാര്യത്തിലായിരിക്കും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ ഞാൻ ഈ ശരീരത്തിനകത്തിരുന്ന് എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുന്ന അഹങ്കാരത്തെക്കുറിച്ചാണ് അഹങ്കാരം എന്നുള്ള പേരിൽ യോഗശാസ്ത്രം വിവക്ഷിക്കുന്നത്. ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്ന അതല്ല. മഹത്തായിരിക്കുന്ന ഞാൻ ഈ ശരീരത്തിനകത്ത് സഞ്ചരിക്കുന്നതിന്, ഇതിനകത്തിരിക്കുന്നതിന് ആ പ്രാണൻ ആവശ്യമാണ് എന്നുള്ള അർത്ഥത്തിലാണ് ഞാനിപ്പോൾ. അപ്പോൾ ആ പ്രാണൻ്റെ അഹങ്കാരം എന്നുള്ള അർത്ഥത്തിലല്ലാത്ത ഞാൻ, എൻ്റെ യഥാർത്ഥ എക്സിസ്റ്റൻസ്, ഉണ്മ, ആ എക്സിസ്റ്റൻസിനെ ഈ ശരീരത്തിൽ പ്രവർത്തിക്കാൻ അനുവദിച്ചു കൊണ്ടിരിക്കുന്നത് പ്രാഥമികമായിട്ട് പ്രാണൻ തന്നെയാണ് എന്ന് പറയേണ്ടി വരും. പ്രാണൻ തീർച്ചയായിട്ടും അതിൻ്റെ ധർമ്മം എന്ന് പറയുന്നത് ശരീരത്തിനോട് നമ്മളെ ചേർത്ത് നിർത്തുക എന്നുള്ളതാണ്. അതിനൊരു സമയം നിശ്ചിതമായിട്ടുണ്ട് എങ്കിൽ ആ സമയം വരെ ആ സമയം പോലും നമ്മളാണ് തീരുമാനിക്കുന്നത്. നമ്മുടെ കർമ്മം കൊണ്ടാണ് അത് തീരുമാനിച്ചത്, നമ്മളറിയുന്നില്ല എന്നുള്ളത്. ആ സ്റ്റേജിൽ എത്ര നേരം വേണമെന്നുള്ളത് നമ്മൾ തന്നെ തീരുമാനിച്ചു കഴിഞ്ഞു, എന്നിട്ട് സ്റ്റേജിൽ കയറി. പക്ഷേ ആ സമയം നമ്മുടെ സ്റ്റേജിൽ പെർഫോമൻസ് കഴിയുമ്പം നമുക്ക് പുറത്തിറങ്ങേണ്ടി വരും എന്ന് പറയുന്ന പോലെ നമ്മൾ ശരീരം വിടേണ്ടി വരുന്നു. അത്രയും അപ്പം നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്, നമ്മുടെ കർമ്മങ്ങളുണ്ട്, നമ്മൾ തന്നെയാണ് തീരുമാനിച്ചത്. അപ്പോൾ ആ സമയം വരെ പ്രാണൻ്റെ പ്രധാന ഉത്തരവാദിത്തം എന്ന് പറയുന്നത് ശരീരവുമായിട്ട് നമ്മളെ പിടിച്ചു നിർത്തുക എന്നുള്ളത്, ശരീരത്തിനെ സജ്ജമാക്കി നിർത്തുക എന്നുള്ളത് തന്നെ. അപ്പോൾ സജ്ജമാക്കി നിർത്തുന്നതിന് വേണ്ടി ചെറിയ അസ്വസ്ഥതകൾ വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ അത് പ്രവർത്തിച്ചു തുടങ്ങുക എന്നുള്ളതാണ്. നമുക്കെല്ലാം അറിയാവുന്നൊരു ബഹുമാന്യനായൊരു സുഹൃത്ത് അടുത്ത കാലത്തൊരു രോഗാവസ്ഥയിൽ ചികിത്സയിലായിരുന്നു. അദ്ദേഹം ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ 2-3 പ്രാവശ്യം ഞെട്ടുന്നുണ്ട്. ഞെട്ടി ഉണരുന്നു, അത് കഴിഞ്ഞ് കിടന്നുറങ്ങുന്നു. അപ്പോൾ ഇതിനെക്കുറിച്ച് ഒരു അന്വേഷണം വന്നപ്പോഴായിരിക്കും, എങ്ങനെയാണെന്നറിയില്ല, ഡോക്ടർമാർ കണ്ടുപിടിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹത്തെ രാത്രി ശ്വാസം ഇല്ലാതാകുന്നുണ്ട്. ശ്വാസം ഇല്ലാതായിക്കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ തലച്ചോറിൽ നിന്നുള്ള ഒരു ഷോക്ക് കൊണ്ട് ശരീരം മുഴുവൻ ഒന്ന് കുലുക്കുകയും തട്ടി ഉണർത്തും പോലെ കുലുക്കുകയും ശ്വാസം പൂർവ്വഗതിയിലേക്ക് വരികയും ചെയ്യും. അപ്പോൾ ഉറക്കത്തെ നിരീക്ഷിച്ചുകൊണ്ടുള്ള ടെസ്റ്റിന് അദ്ദേഹം വിധേയമാക്കി. അപ്പോൾ കണ്ടുപിടിച്ചു എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നതെന്നൊക്കെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ പേസ് മേക്കർ പോലൊരു യന്ത്രം അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ഘടിപ്പിച്ചു കൊടുത്തു. കാരണം ഇത് നേരത്തെ മനസ്സിലാക്കി അത്തരത്തിൽ ഒരു അർത്ഥവിരാമത്തിലേക്ക് ശ്വാസം പോകുന്നു എന്നുണ്ടെങ്കിൽ അവിടെ വെച്ച് തന്നെ അദ്ദേഹത്തെ ഉണർത്തുക, അദ്ദേഹത്തെ ആക്റ്റീവാക്കുക, അല്ലെങ്കിൽ അദ്ദേഹത്തെ ശ്വാസോച്ഛ്വാസം നിലനിർത്തുക എന്നുള്ളൊരു ധർമ്മം അവിടെ ചെയ്തുകൊണ്ടിരിക്കും. എന്തിന് ഇതിൻ്റെ ആവശ്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ തലച്ചോറിൻ്റെ പരിചയം എന്ന് പറയുന്നത് പ്രാണൻ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് നിലനിൽക്കുന്ന സമയം മുഴുവൻ ശരീരത്തെ ഉണർത്തുക എന്നുള്ള ഉത്തരവാദിത്വത്തിൽ അത് കുലുക്കി ഉണർത്തിക്കൊണ്ടിരിക്കും. പക്ഷെ കുറേ നാളായി കഴിയുമ്പോൾ തലച്ചോറിന്
ഇതൊരു ശീലമാണ് എന്ന് വിചാരിച്ച് ഒരു ദിവസം മിണ്ടാതിരുന്നേക്കും എന്നാണ് പറയുന്നത്, എന്നാണ് ഡോക്ടർമാർ പറഞ്ഞു കേട്ടത്. അപ്പോൾ അങ്ങനെ മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? പിന്നെ ഉണരില്ല. അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു കൃത്രിമ യന്ത്രം ഘടിപ്പിക്കുന്നത്. അപ്പം ആ യന്ത്രം ഘടിപ്പിച്ച് പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അവിടെ ഞാനെന്ന് പറയുന്നത് ആ ശരീരത്തിൽ നിൽക്കുന്നതിന് വേണ്ടി, ശരീരത്തിൽ നിന്ന് പ്രവർത്തിക്കുന്നതിന് വേണ്ടി പ്രാണൻ സദാ ജാഗരൂകമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ പ്രാണൻ്റെ ഒന്നാമത്തെ ധർമ്മം എന്ന് പറയുന്നതാണ് നമ്മെ നമ്മുടെ ശരീരത്തിൽ പിടിച്ചു നിർത്തുന്നു എന്നുള്ളതാണ്. കൊറോണ ബാധിക്കുന്നതും പ്രാണൻ്റെ സഞ്ചാരത്തെ തന്നെയാണ് പ്രധാനമായിട്ട്. നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ശ്വാസോച്ഛ്വാസത്തിനെയാണ് അത് ഡയറക്റ്റായിട്ട് ആക്രമിക്കുന്നത്, മറ്റ് ഘടകങ്ങളെ ഒന്നും അല്ല. പ്രാണനെ തന്നെ, ഏറ്റവും ബേസായിട്ടുള്ള പ്രാണനെ തന്നെ അങ്ങ് പിടിക്കാം എന്നുള്ളതാണ് ആ രോഗബാധയും ലക്ഷ്യമിട്ടിരിക്കുന്നത്. അപ്പോൾ ഈ പ്രാണൻ നമ്മുടെ ശരീരത്തിനകത്ത് എങ്ങനെയാണോ പ്രപഞ്ചം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ നമ്മുടെ ശരീരത്തിനകത്ത് സജീവമായി നമ്മളെ പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഘടകമായിട്ട് നമുക്ക് മനസ്സിലാവും. പ്രാണനില്ലാതെ ഒരിക്കലും നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. പണ്ടൊരു സെൻറ്റ് മാസ്റ്ററുടെ അടുത്ത് ഒരു തൽപരനായ ഒരു വിദ്യാർത്ഥി, മോക്ഷു എന്നൊന്നും വിളിക്കുന്നില്ല, ശരിയല്ല, തൽപരനായ വിദ്യാർത്ഥി തന്നെ കൂടുതൽ ശിക്ഷനാക്കണം എന്ന് പറഞ്ഞവിടെ ചെല്ലുന്നു. അദ്ദേഹം ഒരു തടാകക്കരയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്, ഒരു ടാങ്കിൻ്റെ കരയിൽ ഇരിക്കുകയാണ്. അദ്ദേഹം ആ ശിഷ്യനായൻ വന്ന ആളുടെ തലയിൽ പിടിച്ച് പെട്ടെന്ന് വെള്ളത്തിൽ മുക്കി പിടിച്ചു, കയ്യാലിട്ടടിച്ച് വിളിച്ചു. എന്നിട്ട് ചോദിച്ചു, അപ്പോൾ അതിനെ തിരിച്ചുണർത്തിയിട്ട് ചോദിച്ചു, ഇത്രയും വെപ്രാളം നിനക്ക് ബോധത്തിലെത്താൻ ആവശ്യം തോന്നുന്നുണ്ടോ? ഇല്ല. അപ്പോൾ അതുണ്ടാകട്ടെ, ഉണ്ടായിട്ട് മതി എന്ന് പറഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പം പ്രാണൻ നിത്യമായി നമ്മുടെ ശരീരത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് ശരീരത്തിലെ ഐഹികമായിരിക്കുന്ന ഈ സമൂഹത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന, പ്രകൃതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നിത്യ കർമ്മങ്ങളിൽ കൂടി കടന്നു പോകുന്നതിന് വേണ്ടിയാണ് പ്രാണൻ നമ്മളിൽ ആക്റ്റീവായിരിക്കുന്നത്. ശരീരത്തിൽ നിന്ന് നമ്മുടെ മനസ്സ് എത്രമാത്രം മാറി നിൽക്കുന്നുവോ, അല്ലെങ്കിൽ ശരീരത്തിൻ്റെ ഐഹികമായ വ്യാപാരങ്ങളിൽ നിന്നും എത്രമാത്രം മാറി നിൽക്കുന്നു, പതുക്കെ പതുക്കെ പ്രാണനും പതുക്കെ മാറി എന്ന് തുടങ്ങുന്നു എന്ന് മനസ്സിലാക്കണം. അപ്പോൾ പ്രാണൻ അതിനനുസരിച്ച് മാറി നിൽക്കുന്നു. അപ്പോൾ യോഗശാസ്ത്രത്തിലൊക്കെ പലരും വായിച്ച് പറയാറുണ്ട്, അല്ലെങ്കിൽ യോഗ ഉപനിഷത്തുകളിലൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്, ഒരു സമാധിയുടെ ഘട്ടം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇത്ര ദിവസത്തിനകം ശരീരത്യാഗം ഉണ്ടാകും എന്ന് തന്നെ പറയുന്നു. അതിന് കാരണം പറഞ്ഞതല്ല, മനസ്സ് ദൃഢമായി അത്തരത്തിൽ പ്രത്യാഹരിച്ച്, വിഷയങ്ങളിൽ നിന്നൊക്കെ പ്രത്യാഹരിച്ച് പോകുമ്പോൾ പ്രാണന് തോന്നുന്നു എന്നാൽ പിന്നെ നമ്മുടെ സർവീസസ് വലിയ ആവശ്യമില്ല. ഇപ്പോൾ കൊറോണ വന്ന് പലയിടവും അടച്ചിട്ടിരിക്കുകയാണ്. പല സ്ഥാപനങ്ങളിലും ജോലിക്കാരും മറ്റ് ജോലികൾ അന്വേഷണം നടക്കുന്നു. കാരണം വേറെ നിവൃത്തിയില്ല. ഇവിടുന്ന് പറഞ്ഞു വിടുകയോ നമ്മളെ മെയിൻറ്റെയിൻ ചെയ്യുമോ എന്നൊന്നും അറിയാൻ വയ്യ. അതേപോലൊരു സ്ഥിതി പ്രാണന് വരുന്നുണ്ട്. പ്രാണൻ അത്തരത്തിലൊരു പിരിച്ചുവിടലിന് മുമ്പ് തന്നെ സ്വയം വിരമിക്കുന്ന ഒരു സ്വഭാവക്കാരൻ. അതുകൊണ്ട് പ്രാണൻ പതുക്കെ ആ കർമ്മത്തിൽ നിന്ന് വിമുഖത കാണിച്ചു തുടങ്ങുന്നു എന്ന് നമുക്ക് കാണാം. അപ്പോൾ ആ മഹാപ്രാണൻ്റെ പ്രപഞ്ചത്തിൻ്റെ തന്നെ വൈറ്റൽ ഫോഴ്സ് ആയിരിക്കുന്ന മഹാപ്രാണൻ മിനിയേച്ചറുകളായിട്ട്, മൈക്രോ ആയിട്ട് നമ്മുടെ ശരീരങ്ങളിൽ, നമ്മുടെ ജീവജാലങ്ങളിലൊക്കെ ശരീരത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതിനെയാണ് പ്രാണന് നമ്മൾ വിളിച്ചു വരുന്നത് എന്ന് ഞാൻ സൂചിപ്പിച്ചു. അതിൻ്റെ ആവശ്യകത, നമ്മൾ എത്രമാത്രം അതിനകത്തിരുന്നു, ഒരു ശരീരത്തിനകത്തിരുന്നുകൊണ്ട് പ്രാണൻ്റെ ആവശ്യകത എന്താണെന്നൊരു ചോദ്യവും കൂടി നേരത്തെ ചോദിച്ചു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ശരീരത്തിനകത്തിരിക്കുമ്പോൾ ശരീരത്തിലെ ധർമ്മങ്ങളെല്ലാം അനുഷ്ഠിക്കുന്നതിന് പ്രാണൻ്റെ ആവശ്യകതയുണ്ടെന്നുള്ളത് നമ്മളിപ്പോൾ കുറച്ചു മുമ്പ് സൂചിപ്പിച്ചു കഴിഞ്ഞു. ഗൗതമ ബുദ്ധൻ്റെ അഭിപ്രായ പ്രകാരം ശരീരത്തെ അദ്ദേഹം 3 തരത്തിലുള്ള ശരീരങ്ങൾ പറയുന്നുണ്ട്. ധർമ്മകായം,
നിർമ്മാണകായം, ധർമ്മകായം, സംഭോഗകായം, നിർമ്മാണകായം, ഇങ്ങനെ 3 തരത്തിലുള്ള ശരീരങ്ങളെ അദ്ദേഹം പറയുന്നുണ്ട്. അതിലൊന്നിന് മാത്രമേ പ്രാണൻ്റെ ആവശ്യമുള്ളൂ. മറ്റ് രണ്ടിലും പ്രാണൻ്റെ ആവശ്യമില്ല. കാരണം ഭൗതികമായിരിക്കുന്ന, പാഞ്ചഭൗതികമായിരിക്കുന്ന ഒരു ശരീരത്തിൻ്റെ ചട്ടക്കൂട് അവിടെ ആവശ്യമില്ല. ചട്ടക്കൂട് ആവശ്യമില്ലാതെ തന്നെ വ്യാപാരങ്ങളിൽ പെടുന്നുണ്ട് അവിടെ, ഇച്ഛാശക്തി ഉപയോഗിച്ചുകൊണ്ടാണ്. അപ്പോൾ അത്തരത്തിൽ വ്യാപാരത്തിൽ പെടുമ്പോൾ പ്രാണനില്ലാതെ തന്നെയും നടക്കുന്നുണ്ട്. അവിടെയുള്ള ഏറ്റവും വലിയ രക്ഷ എന്താണ് ചോദിച്ചു കഴിഞ്ഞാൽ പ്രാണനില്ല എന്നുള്ളതാണ്. ആ 2 ശരീരങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രാണൻ പ്രകൃതിയുടെ വ്യതിരിക്തതകളിലേക്ക് നമ്മെ നയിക്കുന്നില്ല. അപ്പം നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. പ്രാണൻ്റെ ജോലി എന്താണ് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ തന്നെ അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഈ പ്രപഞ്ചമായിട്ട് ഭവിച്ചു കഴിഞ്ഞാൽ പ്രപഞ്ചത്തിൻ്റെ നാനാവിധമായിരിക്കുന്ന മാനിഫെസ്റ്റേഷനുകൾ, വിഭൂതികളിലേക്ക് നമ്മൾ ശ്രദ്ധ കൊണ്ടുപോകുക എന്നൊരു ധർമ്മം കൂടി പ്രാണനുണ്ട്. അതൊരു സാകല്യത്തിൻ്റെ, മനുഷ്യത്വത്തിൻ്റെ സാകല്യം, ഇപ്പോൾ ഈ ജന്മത്തിൻ്റെ സാകല്യത്തിൻ്റെ ഒരു അനിഷേധ്യ ഘടകവുമാണ്. ഇല്ലെങ്കിൽ അത് നടക്കില്ല. അപ്പോൾ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് വിവിധങ്ങളായിരിക്കുന്ന വിഷയങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതും മനസ്സിനെ വ്യതിചലിപ്പിച്ച് വിഷയങ്ങളിൽ പതിപ്പിക്കുന്നതുമൊക്കെ യോഗശാസ്ത്രപ്രകാരം, മറ്റൊരു പല കാരണങ്ങളും പറയുന്നുണ്ട്, യോഗശാസ്ത്രപ്രകാരം ശ്വാസമാണെന്ന് പറയുന്നുണ്ട് പ്രാണൻ്റെ. അതുകൊണ്ടാണ് പ്രാണായാമം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. പക്ഷേ അത് ഒരു ദോഷമായിട്ടല്ല നമ്മൾ കാണേണ്ടതെന്നാണ് ഞാനിവിടെ സൂചിപ്പിക്കാൻ ശ്രമിക്കുന്നത്. നമ്മെ ഏകാഗ്രതയിൽ നിന്ന് വ്യതിചലിപ്പിച്ചുകൊണ്ട് ഈ വിഷയങ്ങളിൽ മുഴുവൻ സന്നിവേശിപ്പിക്കാൻ ശ്രമിക്കുന്ന, ഇവിടെ എല്ലാം കൊണ്ടുവന്ന് വിടുന്ന ഒരു ഘടകമായിട്ടിവിടെ പ്രാണൻ പ്രവർത്തിക്കുന്നുണ്ട് ശരീരത്തിനകത്തിരുന്നുകൊണ്ട്. ശരീരത്തിനകത്ത് വന്നു കഴിയുമ്പോൾ സ്വാഭാവികമായിരിക്കുന്ന വിഷയങ്ങളിലേക്കുള്ള സഞ്ചാരം ഉണ്ടാവും മനസ്സിന്. കാരണം പ്രാണനുള്ളതുകൊണ്ടാണ്. ഇത് കൂടെ കണ്ടുപിടിച്ചത് കൊണ്ടാണ് ഒരുപക്ഷെ പ്രാണായാമം എന്ന് പറയുന്നൊരു മാർഗം യോഗമാർഗത്തിനകത്ത് പ്രധാനമായിട്ട് വരികയും ഉപനിഷത്തുകൾ, ഏതാണോ എത്രയോ ഉപനിഷത്തുകൾ തന്നെ അതേക്കുറിച്ച് സംസാരിക്കാൻ സമയം മാറ്റിവെക്കുകയും ചെയ്യുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, സംഭോഗകായത്തിലോ ധർമ്മകായത്തിലോ ആ 2 ശരീരങ്ങളിൽ നിൽക്കുമ്പോൾ ഒരുപക്ഷെ പ്രാണൻ്റെ ശല്യം ഇല്ലാതിരിക്കുന്നത് കൊണ്ട് ഏകാഗ്രതയിലിരിക്കാൻ എനിക്ക്, അല്ലെങ്കിൽ നിങ്ങൾക്ക്, അല്ലെങ്കിൽ ഒരുവന് സാധിക്കും. അങ്ങനെ ഇരിക്കുന്ന ഞാനോ നിങ്ങളോ ഒരുവനോ അർത്ഥത്തിലല്ല, ഒരു ബുദ്ധൻ തന്നെയാണ്, മനസ്സിലാക്കി വേണം. പക്ഷേ നമ്മളിലെല്ലാവരും ഒരു ബുദ്ധനെ ഒഴിഞ്ഞു കിടക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കിയല്ലേ ഒക്കുള്ളൂ. ആ ബുദ്ധത്വം തിരിച്ചറിയുന്നൊരു ദിവസത്തെയാണ് ബോധോദയം എന്ന് വിളിച്ചു വരുന്നത്. അല്ലാതെ ബുദ്ധനല്ലാത്ത ആരും ഭൂമിയിലില്ല. സകല ജീവജാലങ്ങളും ബുദ്ധത്വത്തിലേക്കുള്ള സഞ്ചാരത്തിൽ തന്നെയാണ്. ജീവജാലങ്ങൾ മാത്രമല്ല, തിരിയക്കായിട്ടുള്ള വിഷയങ്ങളുമല്ല. അപ്പോൾ ബുദ്ധനായിക്കഴിയുമ്പോൾ ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രാപ്തി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തിരിയക്കായിരിക്കുന്നവയിലുള്ള മാനസിക വിചാരങ്ങൾ പോലും അവയ്ക്കുള്ള അവരുടെ വികാരങ്ങൾ അവർക്ക് വിചാരിക്കാനുള്ള കഴിവില്ല എന്ന് മനസ്സിലാക്കണം. എന്നിട്ട് പോലും അവർക്കുണ്ടാകുന്ന ചെറിയ ചെറിയ വൈബ്രേഷൻ അതുപോലും മനസ്സിലാക്കാനുള്ള സഹജമായ പ്രേമം നമ്മളിലുണ്ടാകും. അവയെപ്പോലും നിസ്സാരമായിട്ട് നമ്മൾ തോന്നുന്നില്ല, അവയെപ്പോലും നമ്മൾ പ്രേമിക്കുന്നു. അതുകൊണ്ടാണ് അത് ദൈവതുല്യന്മാരെന്ന് പറഞ്ഞ് മനുഷ്യരെ ആരാധിച്ച് കളയുന്നതിന് കാരണം. കാരണം സ്നേഹമാണ് ദൈവം എന്നാണല്ലോ യേശുക്രിസ്തു പറഞ്ഞത്. അപ്പോൾ സ്നേഹം ആരിലൊക്കെ ഉണ്ടോ അതിലൊക്കെ ദൈവത്വം കയറി വരുന്നു. ഞാൻ ഇന്നലെ സൂചിപ്പിച്ചിരുന്നു, ഒരാളെ വളരെ ഗാഢമായി സ്നേഹിക്കുമ്പോൾ അവിടെ ദൈവമുണ്ട്. കാരണം അവരിൽ ആ സ്നേഹം ആ ദൈവമായിട്ട് പ്രവർത്തിക്കുന്നു എന്ന് മനസ്സിലാക്കുക. ആ വ്യക്തിയോട് മനസ്സിൽ പ്രാർത്ഥിക്കാൻ മാത്രം മതി. ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നൊരു വ്യക്തിയെ ദൈവമായിട്ട് കാണുക. യശോധരയുടെ
സിദ്ധാർത്ഥൻ സംസാരിക്കുന്ന സമയത്ത് താങ്കളാണ് എൻ്റെ ഭഗവാൻ എന്ന് പറയുന്നതായിട്ട് ഞാനിപ്പോൾ വായിച്ചു, 2 ദിവസത്തിന് മുമ്പ് വായിച്ചു. ഒരു നോവലിലാണ് വായിച്ചത്. അപ്പം ഞാനിതാണ് ഓർക്കുന്നത്. അതാണ് സത്യം. സ്നേഹം കൊണ്ടാണ് ദൈവത്തെ സൃഷ്ടിക്കുന്നത് നമ്മൾ. ആ സ്നേഹം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ദൈവത്തെ നമ്മൾ ഭയക്കുന്നിടത്താണ് ദേവത്വം എന്ന് പറയുന്നത് നമുക്ക് നഷ്ടപ്പെടാൻ തുടങ്ങുന്നത്. നമ്മളിലുള്ള ഛിദ്രശക്തികൾ, നമ്മളിലുള്ള ക്രുദ്ധശക്തികൾ, നമ്മളിലുള്ള രുദ്രശക്തികൾ, അവരൊക്കെ ആ സമയത്ത് പ്രവർത്തിച്ചു തുടങ്ങുന്നതാണ് നമുക്ക് ദോഷങ്ങളുണ്ടാകുന്നത്. ശ്രീനാരായണ ഗുരുദേവൻ സൂചിപ്പിക്കുന്നുണ്ടത്. എവിടെയാണെന്ന് എനിക്കറിയില്ല, കണ്ടുപിടിക്കണം, തീർച്ചയായിട്ടും കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മുടെ ആ സ്നേഹം ഉണ്ടാകുന്നിടത്ത് ഒരു വ്യതിചലനവും ഇല്ലാതെ എല്ലാ തിരിയ വസ്തുക്കളിലും അവരുടെ വികാരങ്ങളെ, അവരുടെ സ്പന്ദനങ്ങളെ, ആ വികാരങ്ങൾ എന്ന് പറയുന്ന പ്രകടമായ വികാരങ്ങളല്ല. ഇപ്പം നമുക്ക് മനസ്സിൽ തോന്നുന്ന വികാരം എന്ന് പറയുന്നത് പ്രകടമാണ്, പ്രകടിപ്പിക്കാനുള്ള കഴിവ് നമുക്കുണ്ട്. അതല്ലെങ്കിൽ നമുക്ക് പുറത്തേക്ക് പ്രസരിപ്പിക്കാനുള്ള കഴിവുണ്ട്. പക്ഷെ വാസ്തവത്തിൽ ഇതിനേക്കാളും പ്രസരണശേഷിയാണ് തിര്യക്കുകൾ, മനസ്സുകളില്ലാത്ത തിര്യക്ക് വസ്തുക്കളിലുള്ള സ്പന്ദനങ്ങൾ. അതിനെ വിചാരം എന്ന് വിളിക്കാൻ പറ്റില്ല, സ്പന്ദനങ്ങൾ. അതൊരു വികിരണമാണ്. ആ വികിരണം എന്ന് പറയുന്നത് മീഡിയം ആവശ്യമില്ലാത്തതാണ്, മാധ്യമം ആവശ്യമില്ലാത്തതാണ്, റേഡിയേഷൻ. അതിനെ സ്വീകരിക്കാൻ സ്വീകരണക്ഷമതയുള്ള മനസ്സ്, ഹൃദയം, മനസ്സെന്ന് വിളിക്കണ്ട, ഹൃദയം ഒരു ബുദ്ധനുണ്ടാകുമ്പോൾ ആ മനസ്സാണ് അത് മനസ്സിലാക്കിയെടുക്കുന്നത്. അല്ലാതെ എല്ലാവർക്കും മനസ്സിലാകുന്നില്ല. ഒരു കുട്ടിയുടെ വിഷമം എന്താണെന്ന് ഒരു അമ്മയ്ക്ക് മനസ്സിലാക്കാൻ പറ്റും, പക്ഷെ മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ പറ്റണമെന്നില്ല എന്ന് പറയുമ്പോൾ അവിടെ ആ മനസ്സാണ്, ആ സ്നേഹമാണ് ആ സ്പന്ദനം അറിയാൻ പ്രേരകമാക്കി വയ്ക്കുന്നത്. അപ്പം അത്തരത്തിൽ തിരിയക്കായ്ക്കുന്ന വസ്തുക്കൾ പോലും അവയുടെ സ്പന്ദനം പോലും അറിയാൻ സാധിക്കുന്നു എന്ന് മനസ്സിലാക്കി, ആ തിരിയക്കായിരിക്കുന്ന വസ്തുക്കൾ പോലും ബുദ്ധത്വത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് എന്നൊരു ബുദ്ധൻ മനസ്സിലാക്കുമ്പോൾ മറ്റുള്ളവരാരും ബുദ്ധന്മാരല്ല എന്ന് അവരൊരിക്കലും സങ്കല്പിക്കുന്ന പോലുമില്ല. അപ്പം നമ്മൾ തിരിച്ച് പ്രാണൻ്റെ കാര്യത്തിലേക്ക് വരാം. അങ്ങനെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിയന്ത്രിതമായിരിക്കുന്ന അല്ലെങ്കിൽ പരിമിതികളുള്ള ശരീരങ്ങൾ, സ്ഥൂലമല്ലാത്ത ശരീരങ്ങൾ, ആ ശരീരങ്ങൾക്ക് അകത്തിരിക്കുമ്പോൾ അവയുടെ സ്വച്ഛതയിൽ പരിപൂർണമായിരിക്കുന്ന ഏകാഗ്രത, അതൊരു ഏകാന്തതയുമാണ്, ഫലവത്തായ ഏകാന്തതയാണ്. അപ്പോൾ ആ ഏകാഗ്രതയിലിരിക്കുമ്പോൾ ഏകാഗ്രതയെ ഭഞ്ജിക്കാൻ സമ്മതിക്കാതിരിക്കുന്ന ഏറ്റവും പ്രധാന ഘടകം എന്ന് പറയുന്നത് പ്രാണൻ്റെ രാഹിത്യമാണ്. പ്രാണനില്ല, പ്രാണൻ്റെ അസാന്നിധ്യമാണ് എന്ന് നമുക്ക് ചിന്തിക്കേണ്ടി വരും. അപ്പം ഇവിടെ പ്രാണനാണ് അത് പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പ്രേരക ഘടകമാണ്. വാസനയും ശ്വാസവും കൂടി മനസ്സിനെ വിക്ഷേപിക്കുന്നു എന്ന് ഉപനിഷത്തുകൾ പറയുന്നുണ്ട്. അപ്പോൾ അതിന് കാരണം എന്ന് പറയുന്നത് ഇതെങ്ങനെ ശ്രദ്ധിക്കാമോ, നമ്മളൊരു കല്ലെടുത്ത് എറിയാൻ നോക്കുക. ഒരു കല്ലെടുത്ത് ഒരു ലക്ഷ്യം നോക്കി എറിയാൻ ശ്രമിക്കുമ്പം ശ്വാസം പിടിച്ചിട്ടാണ് എറിയുന്നത്. എന്ത് കാര്യവും നമ്മൾ ചെയ്യുന്ന സമയത്ത് ശ്വാസത്തെ നിർത്തി വയ്ക്കും. ശാസ്ത്രജ്ഞന്മാർ വളരെ സങ്കീർണമായിരിക്കുന്ന പരീക്ഷണങ്ങളിൽ ഏർപ്പെടുമ്പോൾ ശ്വാസത്തെ നിർത്തിവെച്ച് ശ്രദ്ധിക്കും. നമ്മൾ ആകസ്മികമായ കാര്യങ്ങൾ കാണുമ്പോൾ, പെട്ടെന്ന് ആക്സിഡൻ്റലായിട്ട് എന്തെങ്കിലും കാണുമ്പോൾ വാ തുറന്നു പോകുന്നത് ശ്വാസം നിൽക്കുന്നതുകൊണ്ടാണ്, നമ്മൾ അറിയുന്നില്ല. പെട്ടെന്ന് ശരീരം ശ്വാസത്തെ വീണ്ടും സ്വീകരിക്കാൻ വേണ്ടി തയ്യാറാക്കും. അനുഭവങ്ങളിൽ കൂടി കടന്നു പോകുമ്പോൾ, ആനന്ദങ്ങളിൽ കൂടി കടന്നു പോകുമ്പോൾ ഒക്കെ ശ്വാസത്തിന് നിയന്ത്രണം ഉണ്ടാകുന്നുണ്ട്, നമ്മൾ അറിയുന്നേയില്ല.
അത് കഴിഞ്ഞ് ഏങ്ങലോടുകൂടി ശരീരം പ്രാണനെ സ്വീകരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. നമുക്ക് കരഞ്ഞ് മാത്രമേ ഏങ്ങിയേ പരിചയമുള്ളൂ സാധാരണ ഗതിയിൽ. എന്നാൽ വാസ്തവത്തിൽ ശരീരത്തിൻ്റെ പ്യൂരിഫിക്കേഷൻ കൊണ്ട്, അല്ലെങ്കിൽ മനസ്സിൻ്റെ ഉന്നതമായിരിക്കുന്ന സ്ഥാനലബ്ധി കൊണ്ട് ഈ തേങ്ങലുകൾ, അല്ലെങ്കിൽ തേങ്ങൽ കരച്ചിലാണല്ലോ, ഏങ്ങലുകൾ പല സമയത്തും സംഭവിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ നമുക്കതിൻ്റെ കാരണം അന്വേഷിച്ച് പോകാൻ പറ്റും. എന്തുകൊണ്ടാണ് ആ തേങ്ങൽ ഉണ്ടായത്, ആ ഏങ്ങിപ്പോയത് എന്തുകൊണ്ടാണ്, എവിടെയാണ് ശ്വാസത്തിന് തടസ്സം വന്നിരുന്നത്, എന്തനുഭവമാണ് ഉണ്ടായത്. അതൊക്കെ ഗൗതമബുദ്ധൻ അതിനെ വേദന എന്നാണ് അതിനെ വിളിക്കുന്നത്. വേദന എന്ന് അദ്ദേഹം പറയുന്നത് പെയിൻ എന്നുള്ള അർത്ഥത്തിലല്ല, ശരീരം അനുഭവിക്കുന്ന കാര്യങ്ങൾ. ആ വേദനകളുടെ സൂക്ഷ്മമായ പഠനം കൊണ്ട് ഇത് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മുടെ വിഷയമല്ല. അപ്പോൾ പ്രാണൻ്റെ ശരീരത്തിലുള്ള സാന്നിധ്യം കൊണ്ട് ശരീരധർമ്മത്തെ അനുസരിക്കാൻ വേണ്ടി, ശരീരം കൊണ്ടുള്ള ധർമ്മം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രകൃതിക്കനുസരിച്ച് ജീവിക്കുക എന്നാണ്. പ്രകൃതിക്കനുസരിച്ച്, സമൂഹത്തിനനുസരിച്ച് അധ്വാനിക്കുകയും വിതരണം ചെയ്യുകയും അനുഭവിക്കുകയും, പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് കൺസംഷൻ, ഈ അടിസ്ഥാനപരമായ ധർമ്മങ്ങളിൽ കൂടി സ്വസ്ഥമായി പോയിക്കൊണ്ടിരിക്കുക എന്നത് തന്നെയാണ് സൊസൈറ്റലായിട്ടുള്ള ധർമ്മം. അപ്പോൾ ഈ ധർമ്മത്തെ അനുഷ്ഠിക്കുന്നതിന് വേണ്ടി ശരീരത്തെ തയ്യാറാക്കുന്ന ഒരു പ്രക്രിയയിലാണ് പ്രാണൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആ പ്രാണനെ ആ ജോലി ചെയ്യാൻ സമ്മതിക്കാതെ ഒരുപക്ഷെ നമ്മൾ അതിൽ നിന്ന് ഉന്നതമായിരിക്കുന്ന കാര്യങ്ങൾ എന്ന് നമ്മൾ ധരിച്ചിരിക്കുന്ന കാര്യങ്ങളിലേക്ക് മനസ്സ് കൊണ്ടുപോകാൻ വേണ്ടി നമ്മൾ പ്രാണനെ ഉപയോഗിക്കുന്നിടത്താണ് ഞാൻ പറഞ്ഞത്, നേരത്തെ സൂചിപ്പിച്ചത്, അതിനകത്തൊരു വയലൻസ് ഉണ്ട് എന്ന് സൂചിപ്പിച്ചത്. അത് വലിയ യോഗികളാണെന്ന് അഭിമാനിക്കുന്നവർക്കും യോഗശാസ്ത്ര പണ്ഡിതന്മാർക്കും അഭ്യാസ യോഗികൾക്കും എല്ലാം ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയായിരിക്കും ഈ പറഞ്ഞ പ്രസ്താവന. ചേരാൻ ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ നമുക്ക് തന്നിരിക്കുന്ന ശരീരം വച്ചുകൊണ്ട് തന്നെ, അതിൻ്റെ എല്ലാ പരിമിതികളിലും നിന്നുകൊണ്ട് തന്നെ ബോധപ്രാപ്തിയിലെത്തുന്നതിന് ഒരു തടസ്സവുമില്ല. അതിനെല്ലാ പരിമിതികളും ഉണ്ടാവട്ടെ, രോഗങ്ങൾ നിറയെ ഉണ്ടാവട്ടെ, അല്ലെങ്കിൽ എന്ത് കാര്യങ്ങളുണ്ട്, അതൊക്കെ വച്ചുകൊണ്ട് തന്നെയും ബോധപ്രാപ്തിയിലെത്താം. ബോധപ്രാപ്തിക്ക് ഇതൊന്നും ശരീരം ഒരു ഘടകമായിട്ട് പ്രവർത്തിക്കുന്നേ ഇല്ല എന്നുള്ളതാണ് പലപ്പോഴും. ശരീരത്തിൻ്റെ പ്രാധാന്യമുണ്ട്, അത് വേറെ കാര്യം. അതങ്ങനെയുള്ളൊരു പ്രത്യക്ഷമായിട്ടുള്ളൊരു കാര്യത്തിലല്ല അവിടെ പറയുന്നത്. അപ്പോൾ അങ്ങനൊരു ധർമ്മത്തെ അനുഷ്ഠിക്കുന്നതിന് വേണ്ടി പ്രാണൻ നമ്മെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. എന്നെ എന്നുള്ള അർത്ഥത്തിൽ എൻ്റെ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് ആ ശരീരധർമ്മങ്ങളിൽ കൂടി കടന്നു പോകുന്നതിന്, ആ ശരീരധർമ്മങ്ങളിലേക്ക് ശ്രദ്ധിക്കാൻ വേണ്ടി, ശരീരം നിലനിർത്തുന്നതിന് വേണ്ടി, ആവശ്യമുള്ളിടത്ത് ഭയമുണ്ടാക്കാൻ വേണ്ടി, ഭയം മരണത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി, ഇങ്ങനെയൊക്കെ പ്രാണൻ സദാ ജാഗരൂകമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു.